ഹലോ മക്കളെ, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. നിങ്ങൾക്ക് 9ാം ക്ലാസ് മാത്സിൽ ബ്രിഡ്ജ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കാനല്ലേ മക്കളെ? ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നില്ലേ? അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാം. ഇത് കുറച്ച് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ ആയിരുന്നു. അത് കുറച്ച് അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇത് എക്സാമിന് വരുമെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തുനിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിത് ഒഴിവാക്കി വെക്കാനും പറ്റില്ല. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ന്യൂ നമ്പേഴ്സ് ചാപ്റ്റർ നിൽക്കുന്നത്. അപ്പൊ കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവുന്ന ഒരു ഭാഗം, സാറേ ഇതിന്റെ 10 ഡിനോമിനേറ്ററിൽ വരുന്ന രീതിയിൽ 10 ഛേദത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ് ഡെസിമൽ ആക്കാൻ. അതല്ലാതെ ഈ 1/3, 1/6, 1/9, 2/3 ഇങ്ങനത്തെ നമ്പേഴ്സ് ഇല്ലേ, ഇതിന്റെയൊക്കെ ഡെസിമൽ ഫോം ആക്കുന്നതാണ് കുറേ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയോ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞ് അല്ലെ, ഡിനോമിനേറ്ററിൽ 10, 100, 1000 ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കുന്നത് കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടാവുന്നില്ലേ? നമുക്ക് ഇന്ന് അത് ശരിയാക്കാൻ പോവാണ്. കംപ്ലീറ്റ് ആ ഭാഗത്ത് വേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ആ സെക്ഷൻ, ആ ലാസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ക്ലിയർ ആക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ മക്കൾക്കും ഏകൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലാം ഡെസിമൽ ഫോംസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് അത് ഞാൻ സാമ്പിൾ പറയാം, അത് പറഞ്ഞാലേ നമുക്ക് മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമുള്ളൂ അല്ലേ? അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ആദ്യം ആ ഭാഗത്തുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞു വെക്കുകയാണേ. ഏതാണ് നമുക്ക് ആദ്യം വേണ്ടത്? ഒന്ന് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഡിനോമിനേറ്ററിൽ ഇതാ 1/10 എന്നാണെങ്കിൽ ഇതറിയാത്ത ആരുമില്ലല്ലോ. എന്താ ആൻസർ വരിക? ആൻസർ 0.1 ആയിരിക്കും അല്ലെ? ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ കൊടുത്താൽ പോരെ. എന്നാ ഇത് 1/100 ആണെങ്കിൽ 1/100 എന്ന് വെച്ചാൽ എന്താ അവിടെ സംഭവം? 10ന്റെ വ്യത്യസ്ത പവേഴ്സ് അല്ലെ? അങ്ങനെ വ്യത്യസ്തമായ കൃതികൾ 10ൻ്റെത് 10, 100, 1000, 10000 അങ്ങനെയൊക്കെയാണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആ നമ്പർ ആദ്യം എഴുതി വെക്കുക. എത്ര സ്ഥാനം മാറ്റിയാണ് ഡെസിമൽ കൊടുക്കേണ്ടത്? ഇവിടെ ഉള്ളത് 2 0 ആണല്ലേ, ഇവിടെ ഉള്ളത് 2 0. അപ്പൊ 2 സ്ഥാനം മാറ്റി ഡെസിമൽ കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരെണ്ണം 1, രണ്ടാമത്തെ പ്ലേസ് കാണുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു 0 ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇപ്പൊ 2 പ്ലേസ് ആയി. എന്നിട്ട് നമ്മൾ ഡെസിമൽ കൊടുക്കും. അപ്പൊ ആൻസർ എന്താ? 0.01 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെ ഡിനോമിനേറ്ററിൽ 100ഓ 10ഓ അങ്ങനെ അല്ലെങ്കിൽ 10ന്റെ വേറെ ഏതെങ്കിലും പവേഴ്സോ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ വേറെ ചോദിക്കാം, അത് പറ്റുമോ നോക്കണേ. ഒരു 325 ഡിവൈഡഡ് ബൈ 100 ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 325 ഡിവൈഡഡ് ബൈ 100. എത്ര പ്ലേസ് മാറ്റിയിട്ടാ ഡെസിമൽ കൊടുക്കണ്ടേ? 2 പ്ലേസ് അല്ലേ? ഇതാ നോക്കിക്കേ, 0 കഴിഞ്ഞതാ. എത്ര 0 ഉണ്ട് നോക്കിക്കോ? 2 0 അല്ലേ? 100 2 0, 2 പ്ലേസ് മാറ്റാൻ പോവാണേ. ഒരു പ്ലേസ് 5, രണ്ടാമത്തത് 2 ആണ്. അപ്പൊ 2 പ്ലേസ് മാറ്റി ഡെസിമൽ കൊടുത്താൽ 3.25 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ളത് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഇനി വേറെ ഒരു ടൈപ്പ് ഉണ്ട്, ഏതാണെന്നറിയോ? ഡിനോമിനേറ്ററിൽ 10 ഒന്നും ആയിരിക്കൂല, ചിലപ്പോൾ 10ഓ 10ന്റെ പവർ ഒന്നും ആയിരിക്കില്ല. അതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒരു 3 ഡിവൈഡഡ് ബൈ 5 എന്നായിരിക്കും ഡിനോമിനേറ്ററിലുള്ളത്. ഇതെങ്ങനെ ചെയ്യും? ഡിനോമിനേറ്ററിലുള്ളത് നമുക്ക് 10ലേക്ക് മാറ്റിയെടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടൈപ്പ്. ഡിനോമിനേറ്ററിലുള്ളത് 5 ആണ്. അപ്പൊ 5നെ 10 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 5 10ലേക്ക് പോകാൻ നമ്മൾ ഒരു ഇൻറ്റു 2 ചെയ്താൽ പോരെ? 5 × 2 ചെയ്ത് അതിനെ നമ്മൾ 10ലേക്ക് മാറ്റിയെടുക്കുന്നു. ഡിനോമിനേറ്ററിനെ 10ന്റെ പവേഴ്സിലേക്ക് മാറ്റിയെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് അവിടെയും ഇവിടെയൊക്കെ 2 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ തെറ്റിപ്പോലെ. അങ്ങനെ ഡിനോമിനേറ്റർ നിങ്ങൾ 2 മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾ അതേപോലെ ന്യൂമറേറ്ററിലും ഒരു 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം പ്രശ്നം കഴിഞ്ഞു. ഇനി നമ്മുടെ ആൻസർ എന്ത് വരും? 3 × 2 എന്ന് പറഞ്ഞാൽ 6, 5 × 2 എന്ന് പറഞ്ഞാൽ 10. 6/10 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 6/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.6 ആണ്. ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് കൊടുക്കാം. അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? എങ്ങനെയാ? ഡിനോമിനേറ്ററിൽ 5 ആണ് വന്നത്, 10 അല്ല. അപ്പൊ നമ്മൾ 10ലേക്ക് മാറ്റിയിട്ട് ആൻസർ ചെയ്തു. 10ലേക്ക് മാറി കിട്ടിയാൽ പിന്നെ നമുക്ക് നേരത്തെ പോലെ ചെയ്യാൻ പറ്റും. എന്നാ ഇതൊന്ന് പറഞ്ഞു നോക്കണേ. ഒരു എത്രയാ? ഒരു 2 ഡിവൈഡഡ് ബൈ 25 ആണെന്ന് വിചാരിക്കാം. 2/25. അപ്പൊ താഴെയുള്ള നമ്പർ നോക്കിക്കോ. താഴെ എത്രയാ? 25 ആണ് താഴെയുള്ളത്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് 10, 100, 1000, 10000 അങ്ങനെ 10ന്റെ പവേഴ്സ് വരണം. അപ്പൊ ഈ 25നെ അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. എടാ 25നെ ഒരു 4 കൊണ്ട് ഗുണിച്ചാൽ 100 ആയി മാറൂലേ? അങ്ങനെയാണെങ്കിൽ മുകളിലുള്ള 2നെയും 4 കൊണ്ട് ഗുണിക്കുക. 2 4 8, 25 × 4 100. അപ്പൊ 8/100. 2 സ്ഥാനം മാറ്റിയിട്ട് ഡെസിമൽ കൊടുക്കണം. ഒരു സ്ഥാനത്ത് 8, ബാക്കിയുള്ളതോ? ബാക്കി സ്ഥാനം നമ്മൾ 0 ഇട്ട് നിറച്ചു കൊടുത്താൽ മതി. 0 ഇട്ട് എഴുതിയ 2 സ്ഥാനമായല്ലോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഡെസിമൽ കൊടുത്താൽ 0.08. ഇത്രയും ഒരുവിധം എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ അറിയുന്നതായിരിക്കും. അത് സിമ്പിൾ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതല്ല നമ്മുടെ പ്രശ്നം. നിങ്ങളിപ്പോ തംബ്നെയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് സോൾവ് ആവേണ്ടത് എന്താണ്? ആ 1/3, 1/6 അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിലുള്ള നമ്പറിനെ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക.
ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഇതിൽ കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. നോക്കിക്കോണേ, 1/3 ആണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് എഴുതുക? നിങ്ങൾ നോക്കുന്ന സമയത്ത് താഴെയുള്ള ഈ നമ്പർ 3 ആണ്. 3നെ നിങ്ങൾ 1 2 3 × 3 9 ആവും. 4 × 3 ചെയ്താൽ 12 ആവും. 10ൽ നിൽക്കൂല. ഇനി നിങ്ങൾ 100 ആക്കാൻ നോക്കി എന്ന് വിചാരിക്കുക. അപ്പൊ 33 × 3 അങ്ങനെ ചെയ്താലും 99 കിട്ടുള്ളൂ. 100 കിട്ടൂല. 100ന്റെ മുകളിൽ കയറി പോകും. 99 എത്തുള്ളൂ. ഇനി മുന്നോട്ട് പോയാൽ 999 കിട്ടും. 1000 കിട്ടൂല. അങ്ങനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പോലും ഇത് 10ന്റെ പവേഴ്സ് ആയിട്ട് മാറൂല. പണി കിട്ടി. ഇങ്ങനെ കുടുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ അതിന്റെ ആൻസറിലേക്ക് എത്തുക, അതാണ് നമുക്ക് പറയാൻ പോകുന്നത്. നമ്മൾ ഈ 1/3യെ 10ന്റെ പവേഴ്സ് ഡിനോമിനേറ്ററിൽ വരുന്നുള്ള കറക്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിലും അതിന്റെ ഏറ്റവും അടുത്ത് വരുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ നോക്കുക. ഏറ്റവും മാക്സിമം അതിന്റെ അടുത്തേക്ക് വരുന്ന രീതിയിൽ എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് പോയി നോക്കാം. നമുക്ക് 2-3 എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഫസ്റ്റ് 1/3 നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കുറെ സ്റ്റെപ്പുകൾ വരാൻ പോകുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് ഫോളോ ചെയ്യണേ. 1/3 ഈസ് ഈക്വൽ, നമ്മൾ തുടങ്ങുന്നു 1/3 ഈസ് ഈക്വൽ. ആദ്യം ചെയ്യേണ്ടത് ആ 1/3നെ നമ്മൾ ഇൻറ്റു 10/10, 10/10. 10 ന്യൂമറേറ്ററിലും 10 ഡിനോമിനേറ്ററിലും 10. ഒരു പ്രശ്നമില്ലല്ലോ. 10/10 അല്ലടാ. ഈ 10ഉം ഈ 10 ക്യാൻസൽ ചെയ്ത് പോയാൽ വീണ്ടും അത് 1/3 തന്നെയായി മാറും. അപ്പൊ ഇൻറ്റു 10/10 ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്ന അറിയോ? ഒന്ന് മൾട്ടിപ്പിൾ ചെയ്തേ. ഈ 1ഉം 10ഉം കൂടി ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യുക. 1 × 10 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? അപ്പൊ നമുക്കിതിനെ 10/3 എന്ന് എഴുതിക്കൂടെ? ഈ 1/3 ഇൻറ്റു മുകളിലുള്ള 10 ചെയ്താൽ 10/3 എന്ന് വരും. പിന്നെ ബാക്കി അവിടെ എന്താ ഉള്ളത്? ബാക്കി ഇതാ താഴെ ഒരു 10 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 10 ബാക്കിയുണ്ട്. ആ 10നെ ഞാൻ ഇവിടെ തന്നെ വെച്ചു. ഇനി ഇതിന്റെ മുകളിൽ ഇവിടെ ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ 0 എഴുതി വെക്കരുത്. അവിടെ 1 ഉണ്ടാവും. ബാക്കി ഒന്നും ഇല്ലെങ്കിൽ 1 അവിടെ ഉണ്ടാവും. ഇത് രണ്ടും 1 തന്നെയല്ലടാ. ഈ എഴുതി വെച്ചതും ഈ എഴുതി വെച്ചതും സെയിം അല്ലേ? ഒന്ന് നോക്കിക്കേ. 1 × 10 ആണ് ഇവിടെ മുകളിലുള്ളത്. 1 × 10 എന്ന് പറഞ്ഞാൽ 10. താഴെ എന്താ ഉള്ളത്? താഴെ 10 × 1 എന്നുള്ളത്. 2 1 തന്നെയല്ലേ? 10 × 1 എന്ന് പറഞ്ഞാലും 10 തന്നെയല്ലേ? ഇനി താഴെ അടിയിലുള്ളിൽ മാറ്റമൊന്നുമില്ല. 3 × 10 30. ഇവിടെ 3 × 10 30. അപ്പൊ ഒറ്റ സ്റ്റെപ്പ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ 1ഉം 10ഉം കൂടെ ഗുണിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചു. ഇനി ഇവിടെ 2 ആണെങ്കിൽ നിങ്ങൾ 2ഉം 10ഉം കൂടെ ഗുണിച്ചിട്ട് 20 എന്ന് എഴുതിയാൽ മതി. അതാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. റെഡിയേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നിങ്ങൾ ഇപ്പം ഇതിന്റെ ആൻസറിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകൾ ക്ലിയർ ആവുന്നുണ്ടോ നോക്കുക. അങ്ങനെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതിൻ്റെ ഉള്ളിൽ എത്തിക്കോളും. അങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ സിമ്പിൾ ആക്കി എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ഈ 10/3 കണ്ടോ? ഈ 10/3നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതെങ്ങനെയാ സാറേ എഴുതുക? 10/3നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. നോക്കിക്കോ, 10/3. നോക്കിക്കേ, 3 10ൽ 3 ടൈംസ് ഉണ്ടാവും. 3 × 3 9 ആണ്. 10 - 9 ചെയ്താൽ 1 ആണ്. അപ്പൊ നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ കിട്ടും? ആൻസർ നമ്മുടെ കോഷ്യന്റ് ഹരണഫലം അല്ലേ, അത് 3 ആണ്. റിമൈൻഡർ ശിഷ്ടം മുകളിൽ എഴുതി 3 1 എത്ര ഉണ്ടാ ഡിവൈഡ് ചെയ്തത്? 3 ഉണ്ടല്ലേ? അപ്പൊ 3 1/3 എന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. 3 1/3 3 1/3. സിമ്പിൾ പരിപാടി അല്ലടാ. നിങ്ങൾക്ക് അറിയില്ലേ ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ അറിയില്ലേ? എന്താ എഴുതണ്ടേ, എന്തൊക്കെ എഴുതണ്ടേ നോക്കി വെച്ചോട്ടോ. ഈ ആൻസർ ആണ് ആദ്യം എഴുതി വെക്കുന്ന 3. എത്രയാണോ റിമൈൻഡർ വന്നത്, ശിഷ്ടമാണ് നമ്മുടെ ഇവിടെ വരുന്ന ഈ അംശത്തിൽ വരുന്ന 1. ഇനി ഇതാ എത്ര കൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്തത് ആ 3 ആണ് ഇതാ ഇവിടെ എഴുതി വെച്ച 3/3. അപ്പൊ 3 1/3 നമ്മൾ ഇതിനെ മാറ്റി എഴുതിയിരിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും നേരത്തേക്ക് തിരിച്ചു പോവാണ്. 10/3ക്ക് പകരം നമുക്ക് ഇനി ഇങ്ങനെ എഴുതി വെക്കാം, 3 + 1/3. എവിടുന്ന സാറേ പ്ലസ് വന്നത്? നേരത്തെ ഞങ്ങൾ പ്ലസ് കണ്ടില്ലല്ലോ. ബാക്കിയൊക്കെ ഓക്കെ. പ്ലസ് എവിടുന്ന് വന്നു? 3 1/3 എന്ന് പറഞ്ഞാൽ 3 + 1/3 എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 + അര എന്നാണ് അതിന്റെ മീനിങ്. 2 × അര എന്ന് വിചാരിക്കരുതേ. നിങ്ങൾ ഒരു കാരണം വെച്ചാലും ഇത് 3 × 1/3 ആണെന്ന് വിചാരിക്കരുതേ. 3 + 1/3ക്കാണ് നമ്മൾ 3 1/3 എന്ന് പറയാം. ഇത് 3 × 1/3 എന്ന് എഴുതിയാൽ എന്താ പ്രശ്നം? 3ഉം 3ഉം വെട്ടിപ്പോവും. പിന്നെ ആൻസർ ബാക്കി 1 ആയി പോവും. ഇത് നമുക്ക് 1 അല്ല, ഇത് 3ഉം ഒരു 1/3ഉം കൂടെ ചേർന്ന ആളാണ് 3 1/3 എന്ന് വെച്ചാൽ ആരാണ് സംഭവം? 3 + 1/3 ആണ് അത്. ഓക്കെ, അങ്ങനെ അത് 3 + 1/3 എഴുതി. ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിക്കോട്ടെ. പണ്ടാരോ ചോദിച്ചോളം ഇതുവരെ ശരിയല്ലേ കിട്ടുന്നേട്ടാന്ന് ചോദിച്ചില്ലെയോ? അതേപോലെ ഇതുവരെ എല്ലാ മക്കൾക്കും ശരിയല്ലേ? ഇനി അടുത്തേക്ക് കൊണ്ടുപോവാണേ. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയെടുക്കുക. എങ്ങനെ ബ്രാക്കറ്റ് മാറ്റുക? ഈ 3നെ 1/10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അതേപോലെ ഈ 1/3നെയും 1/10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ബ്രാക്കറ്റിന്റെ പുറമുള്ള ആളെ 2 ആളെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ 3 × 1/10. 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 × 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/10 വരും. 3 × 1 ആണ് ആ 3യെ അടിയിലുള്ള 10 അതേപോലെ എഴുതി വെച്ചു. നെക്സ്റ്റ് നടുവിൽ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് എഴുതി. ഇനി 1/3 × 1/10 ആണ്. അപ്പൊ ഈ ന്യൂമറേറ്ററിലുള്ള 1ഉം 1ഉം കൂടെ 1 വരും.
താഴെയുള്ള 3യും 10ഉം കൂടെ 30 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ 1/30 എന്ന് കിട്ടും. 1/30 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? 1/30. ഇപ്പൊ നമുക്ക് കിട്ടിയത് 1/3 ഈസ് ഈക്വൽ, ഒന്ന് ബോക്സ് ആക്കി വെക്കണ്ടേ, നമുക്ക് കിട്ടിയ ആൻസർ ഒന്ന് ബോക്സ് ആക്കി വെക്കണ്ടേ. 1/3 ഈസ് ഈക്വൽ 3/10 പ്ലസ് 1/30 എന്ന് കിട്ടി. എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷെ ഇപ്പം പറയുന്നില്ല. നിങ്ങൾ ആദ്യം ഇത് എഴുതുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് ശരിയാവട്ടെ. ഞാൻ ഇപ്പൊ എഴുതി തന്നത് 10 വെച്ചിട്ടല്ലേ എഴുതിയത്. അപ്പൊ നമുക്ക് അവിടെ 10 ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ ഒരു ഫ്രാക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇത് 100 കൊണ്ട് നിങ്ങളോടൊന്ന് എഴുതാൻ പറഞ്ഞു നോക്കാം. അപ്പൊ അതും നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതാൻ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് അത് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അടുത്ത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് 100 വെച്ചൊന്ന് പറഞ്ഞു നോക്കാം. അത് നിങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവും, ചില ആളുകൾക്ക് കുറച്ച് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാ എഴുതുന്നതെന്നൊക്കെ ഇനി രണ്ടാമത് നമുക്കൊന്ന് എഴുതി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ. 1/3 ആണ്. ഞാൻ എങ്ങനെ എഴുതാൻ പോകുന്നത് അറിയോ? 1/3 ഇൻറ്റു, നേരത്തെ 10 അല്ലേ മക്കൾ എഴുതിയേ, ഇത്തവണ നമ്മൾ 100 ആക്കുന്നു. 100/100, മുകളിലും താഴെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. റെഡി? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട പരിപാടി എങ്ങനെയാ? അടുത്ത സ്റ്റെപ്പിൽ ഈ 1 × 100 ചെയ്യുക. 1 × 100 എന്ന് പറഞ്ഞാൽ 100 ബൈ ആ 3 അതേപോലെ എഴുതി വെച്ചു, ഇൻറ്റു താഴെയുള്ള ആ 100 അതേപോലെ വെച്ചു. ആ മുകളിൽ ആരുമില്ല എന്ന് പറഞ്ഞ് കരയണ്ട, അവിടെ ഒരു 1 ഉണ്ട്. 1/100 ആണത്. രണ്ടും സെയിം ആണെന്നുള്ള കാര്യം നേരത്തെ നമ്മൾ കാണിച്ചു തന്നതാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ എന്താ വരേണ്ടത്? അടുത്ത സ്റ്റെപ്പിലാണ് നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ വരുന്ന സ്റ്റെപ്പ്. ഈ 100/3 മാറ്റി എഴുതുന്ന സ്റ്റെപ്പാണ് നമ്മുടെ അടുത്തത്. നമുക്കൊന്ന് എഴുതി നോക്കാം. 100/3 ചെയ്യട്ടെ. എത്ര വരുന്നുണ്ട്? 3 3 9, ബാക്കി 1 10, വീണ്ടും 3 3 9, ബാക്കി 1. യെസ്, ശിഷ്ടം 1 കിട്ടി. ആൻസർ നോക്കിയേ, 33 ആൻസർ. ശിഷ്ടം വന്നത്, റിമൈൻഡർ വന്നത് 1. എത്ര കൊണ്ടാണ് ഹരിച്ചത്? 3 കൊണ്ടല്ലേ? ഡിവിഷൻ 3 കൊണ്ടാണ് അല്ലേ? 33 1/3 എന്ന് വരും. നേരത്തെ എന്താ വന്നീന്? 3 1/3. ഇപ്പൊ എന്താ വന്ന് നോക്കിക്കേ, 33 1/3 എന്നാണ് ഇപ്പൊ നമുക്ക് ആൻസർ വന്നത്. ഓക്കെ ആണ്, സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? 100/3 പകരം 33 പ്ലസ് 1/3 എന്ന് എഴുതും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്ലസ് എഴുതുന്നത് എന്തിനാന്ന് പറഞ്ഞല്ലോ. 33 1/3 എന്ന് പറഞ്ഞാൽ 33 പ്ലസ് 1/3 ആണ്, ഇൻറ്റു 1/100 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ബ്രാക്കറ്റ് മാറ്റുന്ന സ്റ്റെപ്പാണ് അടുത്തത്. നേരത്തെ കുറച്ച് ആളുകൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവുന്ന സ്റ്റെപ്പ് ഇതായിരിക്കും. എങ്ങനെയാണ് ഈ ബ്രാക്കറ്റ് മാറ്റുന്നത്? അത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. 33നെ നമ്മൾ ഈ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 33 × 1. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് 33 എന്ന് കറക്റ്റ് വരും അല്ലേ? ഡിനോമിനേറ്ററിലുള്ള 100 അതേപോലെ എഴുതി വെക്കുക. 33 × 1/100 ചെയ്താൽ 33/100. നടുവിലത്തെ പ്ലസ് 1/3 × 1/100. 1/3 × 1/100. അത് ചെയ്താൽ എങ്ങനെ വരിക? 1ഉം 1ഉം കൂടെ 1, താഴെയുള്ള 3യും 100ഉം കൂടെ 300. ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 1/3 ഈസ് ഈക്വൽ, പുതിയത് കിട്ടിയേ, 1/3 ഈസ് ഈക്വൽ 33/100 പ്ലസ് 1/300 എന്ന് കിട്ടി. ഇനി ഇതേപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് എഴുതാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി നോക്കാനാണ്. ഇതേപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് എഴുതുകയാണെങ്കിൽ ഇനി അടുത്തത് എത്ര വരിക? അടുത്തത് നമുക്ക് ഇവിടെ 1000 ആവും. ആലോചിച്ച് നോക്കിയാൽ 1000 കൊണ്ട് മുകളിലും താഴെയും ചെയ്യും. അപ്പൊ ഇത് 1000/3 ആവും. ഇവിടെ 1/1000 ആവും. നെക്സ്റ്റ് ഇത് 333 1/3 എന്ന് വരും. ഇവിടെ 1/1000 എന്ന് വരും. 333 ആവും അല്ലെ? ആദ്യം 3, പിന്നെ 33, ഇപ്പൊ 333 ആവേ. ഇനി ഇവിടെ ആൻസറിൽ 333/1000 ഉണ്ടാവും. 1/3000 എന്ന് വരും. ഇങ്ങനെയായിരിക്കും ഇനി അടുത്തത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആൻസർ വരാൻ പോകുന്നത്. ഒന്ന് ആദ്യം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ മക്കളെ കാര്യം മനസ്സിലായല്ലോ. എഴുതുന്നത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇങ്ങനെ നമ്മൾ എഴുതി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ 1000 വരെ ഒരു 3 എണ്ണമൊക്കെ എഴുതിയാൽ മതി. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് എന്താണ് നമുക്ക് ഇവിടെ ഉള്ള ലോജിക്ക്. മക്കൾ അവിടെ നോക്കിക്കോ, ശ്രദ്ധിച്ചോണേ. ഞാൻ ഇവിടെ എഴുതി വെച്ചത് 1/3 ഈസ് ഈക്വൽ 3/10. അതിനുശേഷം എന്താ ഉള്ളത്? ഒരു പ്ലസ് 1/30. ഈ 1/30 ഇവിടെ അല്ലാന്ന് വിചാരിക്കും. ഈ 1/30 ആരും ഇവിടെ അല്ലാന്ന് വിചാരിക്കേ. ആ 1/30 അവിടെ ഇല്ലെങ്കിൽ ഈ 1/3യും 3/10ഉം ഈക്വൽ ആണ് എന്നല്ലേ അത് വായിക്കാം. 1/3 ഈക്വൽ ആണ് 3/10 അല്ലേ വായിക്കാം. ഓക്കെ ആണേ. അപ്പൊ അവിടെ പ്രശ്നമായിട്ട് കിടക്കുന്നത് 1/30 ആണ്. എന്താ ഈ 1/30 എന്ന് പറഞ്ഞാൽ? 1നെ 30 കഷ്ണങ്ങളാക്കുക. 1 എന്ന് പറഞ്ഞ സംഖ്യനെ 30 പീസാക്കുക. അപ്പൊ അത്രയും ചെറിയൊരു സംഖ്യ അല്ലേ ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1നെ 30 കഷ്ണാക്കുക. അത്രയും കുഞ്ഞി നമ്പർ. അപ്പൊ അത് ഏതാണ്ട് അത് അത്രയും ചെറിയ നമ്പറാണ്. ഏതാണ്ട് 0 അടുത്ത് നിൽക്കുന്ന വളരെ ചെറിയൊരു നമ്പറാണിത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ 1/3യും ഈ 3/10 എന്ന് പറയുന്ന രണ്ടാൾക്കാർ ഏകദേശം തുല്യം തന്നെയാണ്. കാരണം എന്താ? ഇതിന്റെ അടുത്തുള്ള ഈ ആളില്ലേ, ഈ 1/30 എന്ന് പറയുന്ന ആളില്ലേ, അയാളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ആൻസർ ആണ്. റെഡി? പക്ഷെ നമുക്ക് ഉറപ്പിച്ച് ഇത് കറക്റ്റ് തുല്യ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാന്നറിയോ? ഈ 3/10ന്റെ ആൻസർ
1/3 ക്ലോസർ ആയിട്ടാണ് നിൽക്കുന്നത്, വളരെ അടുത്താണ് നിൽക്കുന്നത്. 1/3 അടുത്തേക്ക് വരുന്ന ഒരു ആൻസർ ആണ് 3/10 എന്ന് പറയുന്നത്. റെഡിയേ? അപ്പൊ ഒരു പോയിന്റ് അവിടെ കിട്ടി. ഇനി നമ്മൾ അടുത്ത ഒന്ന് പോയി നോക്കുകയാണ്. ഇവിടെ പോയി നോക്കുന്ന സമയത്ത് എന്താ, ഇവിടെ 33/100 ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ കൂടെയുള്ള ആളെ നോക്കിക്കേ, 1/300, 1/300 ഒന്നിനെ 300 പീസാക്കി, അത്രയും ചെറിയൊരു പീസാണ് അവിടെ ഉള്ളത്. നേരത്തെ നമ്മൾ 30 പീസാക്കിയപ്പോൾ തന്നെ വളരെ ചെറുതാന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ 300 പീസാക്കി വെച്ചിരിക്കുന്നത് ഇത് ഒന്നിനെ. അപ്പൊ അത്രയും ചെറിയ നമ്പറാണ് നമ്മൾ ഇവിടെ കൂട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ 33/100 എന്ന് പറയുന്നത് നേരത്തെ നമ്പറിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് അടുത്തേക്ക് വന്നു. ആരടുത്തേക്ക് വന്നു? 1/3 അടുത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് അടുത്തേക്ക് വന്നു. ഇത് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്ന സ്റ്റൈൽ അറിയോ? ക്ലോസർ ആൻഡ് ക്ലോസർ എന്ന് പറയും. ഇത്രയും കൂടെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ നിയറർ ആൻഡ് നിയറർ എന്നൊക്കെ പറയും. ഈ 33/100 എന്ന് പറയുന്നത് 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ അടുത്തേക്ക് കുറച്ചും കൂടെ അടുത്തേക്ക് വന്നു. എങ്ങനെ മനസ്സിലായത്? ഇവിടെ കുറച്ച് അടുത്തേക്ക് വന്നിട്ടുണ്ട്, അത് 1/30, 30 പീസാക്കിയ ആളാണ് കൂടെ ഉള്ളത്. ഇവിടെ 300 പീസാക്കിയ ആളാണ് കൂടെ ഉള്ളത്. അതൊന്നും ഒന്നും ഉണ്ടാവില്ല, പറയാൻ മാത്രം ഒന്നുമില്ല, അത്രയും ചെറിയ ആളാണ് അതിന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇത് കുറച്ചും കൂടെ അടുത്തേക്ക് വന്നു. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് 33 അല്ല 333 ആവൂലേ? ഇവിടെ 1000 ആവും, ഇവിടെ 3000 ആവും. അപ്പൊ ഒന്നിനെ 3000 പീസാക്കിയതാണ് ഇതിന്റെ കൂടെ ഉള്ളത്. അപ്പൊ അത് അത്രയും ചെറുതായില്ലേ? അപ്പൊ എന്ത് മനസ്സിലാവും? ഈ 333/100 എന്ന് പറയുന്ന നമ്പർ കുറച്ചും കൂടി ഒന്ന് 1/3നോട് ക്ലോസർ ആയിട്ടുണ്ടാവും എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന നോക്കണേ, ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് വന്നത് 3/10 ആണ് ആദ്യം വന്നത്. രണ്ടാമത് വന്നത് 33/100 വന്നു. ഏതാ നമ്മൾ എഴുതുന്നത്? ആൻസർ ആയിട്ട് നമ്മൾ എഴുതുന്ന സാധനങ്ങൾ നോക്കി വെക്കണേ. ഈ നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 10 ഡിനോമിനേറ്ററിൽ വരുന്നത്, 100 ഡിനോമിനേറ്ററിൽ വരുന്നത്, ഈ നമ്പറുകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നാ ബാക്കി പറയുകയാണെ. ഇനി ഇതിന്റെ അടുത്തത് എഴുതുകയാണെങ്കിൽ 333 വരും. 333/1000 എന്ന് വരും. ഇങ്ങനെ ഇത് മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? ഈ ആൻസറുകൾ ഇത് 1/3നോട് കുറച്ചടുത്തായിരുന്നു. ഇങ്ങനെ വന്ന സമയത്ത് കുറച്ചും കൂടെ അടുത്തായി. ഇനി 1000 ഡിനോമിനേറ്ററിലാകുമ്പോൾ ഇത്തിരിയും കൂടെ അടുത്തായി. അങ്ങനെ ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/3ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ആൻസർ, എടാ 333/1000 എന്ന് പറഞ്ഞാൽ 0.333 അല്ലേ? പക്ഷെ ഇത് ഇങ്ങനെ നിർത്താൻ പറ്റൂല. കാരണം എന്താ? ഇനി നിങ്ങൾ 10,000 ചെയ്താൽ അവിടെ മുകളിൽ ഒരു 3 കൂടെ വരും. ഇനി 1 lakhലേക്ക് പോയാൽ ഇനിയും 3 വരും. ഇത് ഇങ്ങനെ 3ന്റെ എണ്ണം ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ എക്സെട്ര ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ആൻസർ ആയിട്ട് എന്ത് പറയാം? 0.3333 എക്സെട്ര എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം അവിടുന്ന് ക്ലിയർ ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ 1/3 ആൻസർ കിട്ടിയ മക്കളെ, ഇതാണ് 1/3യുടെ ആൻസർ. എത്ര ആൻസർ? 0.33333 എക്സെട്ര ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തായാലും അവിടെ ഉണ്ടാവണം. നിങ്ങൾ എക്സെട്ര അല്ലാതെ എങ്ങനെ എഴുതിയെന്ന് വിചാരിക്കാം? 0.333 എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. ഇത് ഒരിക്കലും ഈക്വൽ 1/3 അല്ല. ഇത് ഈക്വൽ ആരാ? ഇത് ഈക്വൽ 333/1000 ആണ്. 333/100 അല്ല, 1000 കേട്ടോ, 1000 ആണ് ഇത്. അപ്പൊ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 3 സ്ഥാനം മാറ്റി പോയിന്റ് വരുന്നത്. പക്ഷെ ഇവിടെ ഉള്ളത് എങ്ങനെയാ? ഇവിടെ തീരുന്നില്ല, ഇവിടെ ഈ എക്സെട്ര ഉണ്ട്. ആ എക്സെട്ര വരുന്ന സമയത്ത് അത് 1/3യുടെ ആൻസർ ആയിട്ട് മാറുള്ളൂ. 1/3യുടെ ആൻസർ 0.33333 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൻസർ ആണ്. ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയാൽ അത് ഈ ആളുടെ ആൻസർ ആണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? നമുക്ക് 1/3യുടെ ആൻസർ കറക്റ്റ് നമുക്ക് 10ന്റെ പവേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രാക്ഷൻ ആക്കി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? അതിനോട് അടുത്ത് വരുന്ന 10ന്റെ പവേഴ്സ് ആക്കി എഴുതാൻ പറ്റുന്ന ഡിനോമിനേറ്റർ വരുന്ന, അങ്ങനെ അടുത്ത് വരുന്ന രീതിയിലേക്ക് പറയുന്ന സമയത്ത് ഈ 3/10, 33/100, 333/1000 ഈ നമ്പേഴ്സ് ഒക്കെ അതിനോട് ക്ലോസർ ആൻഡ് ക്ലോസർ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ആൻസർ 0.33333 എക്സെട്ര എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. മക്കളെ സംഭവം സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഇതേപോലത്തെ ഒരെണ്ണോട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ നോക്കണേ. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ആൻസർ പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാക്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നമുക്ക് വരേണ്ടത് നോക്കിക്കോ. 1/9 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1/9. എങ്ങനെ നമ്മൾ ചെയ്യാം? 1/9. ഇപ്പം പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് 1/9 എന്ന് പറയുന്ന നമ്പർ, ആ നമ്പറിനെ നമ്മൾ 10/10 വെച്ച് ചെയ്യും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10നെ കൊണ്ട് ഇതാ ഇങ്ങനെ ചെയ്യും. നേരത്തെ ചെയ്തില്ല, അതേപോലെ. അടുത്ത സ്റ്റെപ്പിൽ 1 × 10 ചെയ്യൂലേ? 1 × 10 എന്ന് പറഞ്ഞാൽ 10, അങ്ങനെ അത് 10 ആയിട്ട് മാറി. ഡിവൈഡഡ് ബൈ താഴെ നമ്പർ 3, താഴെ നമ്പർ 9 അങ്ങനെ തന്നെ വെച്ചു. ഇൻറ്റു താഴെ ഒരു 10 ഉണ്ട്, അതേപോലെ തന്നെ വെച്ചു. മുകളിൽ ഇനി 1 ബാക്കി ഉണ്ടാവൂലേ? 1/10 അല്ലേ ബാക്കി ഉണ്ടാവുക? 10 × 1, 1 × 10 രണ്ടും ഒന്ന് തന്നെ.
ഇനി അടുത്ത സ്റ്റെപ്പ് എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്താണ് അടുത്ത സ്റ്റെപ്പ്? ആലോചിച്ച് ഇപ്പം തന്നെ ആലോചിച്ച് നോക്കോ, എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? എന്തോ ഒരു പരിപാടിയിൽ എന്തോ ഒന്ന് കണ്ടുപിടിച്ച് വരുന്നല്ലേ അടുത്ത സ്റ്റെപ്പ്? നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്ന സ്റ്റെപ്പ് അല്ലേ. 10/9 നമുക്കൊന്ന് മാറ്റി നോക്കാം. 10/9 എന്താ വരിക? ഒരു 9 റിമൈൻഡർ ആയിട്ട് 1 വരും. അപ്പൊ ആൻസർ 1 ശിഷ്ടമായിട്ട് വരുന്നത്. റിമൈൻഡർ വരുന്നത് 1. എത്ര കൊണ്ടാ ഡിവൈഡ് ചെയ്തത്? 9 കൊണ്ട്. 1/9 ആൻസർ കിട്ടി. 1/9 നമ്മൾ ഇവിടെ എഴുതുകയാണ്. 1 + 1/9 ഇങ്ങനെ മാറ്റി എഴുതി. ഇൻറ്റു 1/10 ഇൻറ്റു 1/10 എന്ന് കൊടുത്തു. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? ബ്രാക്കറ്റ് മാറ്റുന്ന സ്റ്റെപ്പ്. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 1 × 1/10 എന്ന് പറഞ്ഞാൽ 1/10 തന്നെ അല്ലേ. 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ മാറൂലല്ലോ. നടുവിൽ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് എഴുതി. ഇനി 1/9 × 1/10. 1 × 1 1 ആണ്. 9 × 10 90 ആണ്. 1/90 എന്ന് വരും. ഇവിടെയുള്ള ലെഫ്റ്റിലുള്ള ആളാരാ? 1/9 ആണ്. അപ്പൊ മക്കളെ നോക്കി വെച്ചോ. നേരത്തെ പോലെ നമ്മൾ പറയാണ് 1/9 എന്ന് പറയുന്നത് 1/10 + 1/90 ആണ്. 1/10 + 1/90 എന്നാണ് വരുന്നത്. അപ്പൊ എന്താ സംഭവം? 1നെ 90 കഷ്ണങ്ങളാക്കിയ ഒരു സാധനം, ഒരു നമ്പറാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്കും ചെറിയ നമ്പറാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 1/10 എന്ന് പറയുന്നതും 1/9 എന്ന് പറയുന്നതും ഏകദേശം തുല്യമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറയാൻ എന്ത് പറയാം? 1/10ന്റെ വാല്യൂ ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9 ആണ്. 1/9ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആര്? 1/10 എന്ന് പറയുന്നതിന്റെ ആൻസർ, ആ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് പറഞ്ഞു നോക്കുക. 100ൽ പറഞ്ഞു നോക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഏതാ? ഇതാണ് നമുക്ക് കിട്ടിയത്. ഓർത്ത് വെച്ചോ. 1/10 ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. 10 ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ ആൻസർ പറഞ്ഞു. ഇനി നമുക്ക് 100 ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം. 1/9 = 1/9 × 100/100. ഇതിപ്പോ ഇങ്ങനെ എഴുതി ഒരു പാറ്റേൺ ആയിട്ട് മാറിയില്ലേ? നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 × 100 ആൻസർ 100 ഡിവൈഡഡ് ബൈ താഴെ 9 ഇൻറ്റു താഴത്തെ 100 അവിടെ തന്നെ വെച്ചു. മുകളിൽ നമ്മൾ 1 കൊടുത്തു. ബാക്കി 100 ഡിവൈഡഡ് ബൈ 9 മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം അല്ലെ. 100 ഡിവൈഡഡ് ബൈ 9 നമുക്ക് മാറ്റിയെടുക്കണം. മാറ്റാം. 199 മൈനസ് ചെയ്താ 1, ഇവിടുന്ന് കൊണ്ടിട്ടാ 0. അപ്പൊ ഇവിടെ ഒരെണ്ണം, ഒരു 9 എത്രയാടാ? ഇങ്ങനെ കിട്ടും. 11 1/9 എന്ന് കിട്ടും. 11 1/9 നമ്മുടെ ആൻസർ 11 + 1/9 ആണ് ഇവിടെ വരിക. ഇൻറ്റു 1/100 നമുക്ക് പുറമെ വരും. കിട്ടിയ ഐഡിയ കിട്ടുന്നില്ലേ? 11 + 1/9 അവിടെ വന്നു. പുറമുള്ളത് 1/100. ബ്രാക്കറ്റ് മാറ്റിക്കോ. ബ്രാക്കറ്റ് മാറ്റിയാൽ 11 × 1 എന്ന് പറഞ്ഞാൽ 11 തന്നെയാ അല്ലേ. അപ്പൊ 11 × 1/100 എന്ന് പറഞ്ഞാൽ 11/100 ആണ്. 22:36 കട്ടണ്ടേ. ഇനി ബാക്കിയുള്ള എന്താ? ബാക്കി നമുക്ക് ഇവിടെ ഒരു പ്ലസ് 1/9 × 1/100 ബാക്കി ഉണ്ട് അല്ലേ. അപ്പൊ അത് ബാക്കി എന്താ ചെയ്യാ? 1 × 1 കൂടെ 1, 9 × 100 കൂടെ 900. ആൻസർ 1/900 എന്ന് അവിടെ ബാക്കി വരും. അപ്പൊ ആൻസർ കിട്ടി. 1/9 നമ്മൾ മാറ്റി എഴുതി. 11/100 + 1/900. അപ്പൊ ദാ ഈ 11/100 ആണ് നമുക്ക് വേണ്ട ആള്. കാരണം എന്താ? ഇപ്പുറത്തുള്ള ആള് 1/900 എന്ന് പറയുന്നത് 1നെ 900 പീസാക്കിയ ആളാണ് ഇവിടെ കൂടെ ഉള്ളത്. അപ്പൊ അത് അത്രയും ചെറിയ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ 1/9 11/100 എന്ന് പറയുന്ന നമ്പറും ഏകദേശം തുല്യമാണ്, ഏകദേശം ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? 11/100 ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9 ആണ്. 1/9 കുറച്ചും കൂടെ അടുത്ത് വന്നു. നേരത്തെ ഉള്ള ആള് 1/10 ഒരു തവണ നമ്മൾ ക്ലോസർ ആന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്തപ്പോൾ 11/100 എന്ന് വന്ന സമയത്ത് ഇത്തിരിയും കൂടെ ക്ലോസർ ആയി, കുറച്ചും കൂടെ അടുത്തേക്ക് വന്നു. ഇനി അടുത്ത 1000 വെച്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 111/1000 എന്നല്ലേ വരിക. അത് ഇത്തിരിയും കൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. വളരെ ക്ലോസ് ആൻഡ് ക്ലോസർ ആയിട്ടുണ്ടാവും. കാരണം ഇവിടെ വരുന്ന നമ്പർ അത്രയും ചെറുതായി പോകുന്നുണ്ട്. 0 അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് ക്ലോസർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണേ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പറയാം. ഇനി അടുത്തേക്ക് എഴുതുന്നില്ലേ? നമ്മൾ പറഞ്ഞു നോക്കുകയാണ്. ആദ്യം കിട്ടിയത് 1/10. 10 ഡിനോമിനേറ്ററിൽ വരുന്നത് 1/10. ഇനി 100 ആയിട്ട് വരുന്ന രീതിയിൽ 11/100 വന്നു. ഇനി നിങ്ങൾ ഇത് മുന്നോട്ടേക്ക് ചെയ്യുകയാണെങ്കിൽ 111/1000 എന്ന് വരും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്? ഈ ഫ്രാക്ഷൻസ് എല്ലാം ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/9ന്റെ ആൻസർ എന്ന് പറയുന്നത് 0.111. ഇത്രയും നമ്മളിപ്പോ ചെയ്ത് നോക്കിക്കുന്നത്. ഈ 1000 വന്നപ്പോൾ 111 ആയി. ഇനി 10,000 വന്നാൽ ഒരു 1 കൂടെ വരും. വീണ്ടും പോയാൽ ഒരു 1 കൂടെ വരും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ പരിപാടി. മക്കളെ സെറ്റ് അല്ലേ? 1/9ന്റെ ആൻസർ എങ്ങനെ കിട്ടുക? 0.11111 എക്സെട്ര അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നില്ലേ?
ഒറ്റ ഒന്നും കൂടെ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? ഇത്തവണ ആദ്യത്തെ ഞാൻ അങ്ങ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്, രണ്ടാമത്തെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ചെയ്തതാണ്. ഇനി മൂന്നാമതൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇത്തവണ എങ്ങനെയായിരിക്കണം നമ്മുടെ ആൻസർ? നിങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് എല്ലാ സ്റ്റെപ്പുകളും കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആൻസർ വരേണ്ടത്. നമുക്കൊന്ന് പോയി നോക്കാം. ഏതാ ചെയ്ത് നോക്കുക? ഒരു 2/3 ആയി ചെയ്ത് നോക്കാം. ഒക്കെ നമ്മൾ 1/1 അല്ലേ ചെയ്ത്, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഒരു 2/3 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആൻസർ എങ്ങനെയാണ് വരേണ്ടത് നോക്കണേ. ഓരോ സ്റ്റെപ്പും ആലോചിച്ചോളാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? 2/3 into 10 divided by 10. ഇനി സ്റ്റെപ്പ് ഒക്കെ സ്പീഡ് ആക്കിക്കോ, ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാ മുന്നോട്ട് പോട്ടെ. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 into 10 ചെയ്താൽ 20. അങ്ങനെ അത് 20/3 ആയിട്ട് മാറി. ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? ബാക്കി താഴെ ഒരു /10 ഉണ്ട്. ഇനി അതിന്റെ മുകളിൽ ഒന്നുമില്ല എന്ന് പറയണ്ട, നേരത്തെ പോലെ 1/10. 1 അവിടെ നമ്മൾ കറക്റ്റ് ആക്കി റെഡി ആക്കി വെച്ചിരിക്കുന്നേ. നെക്സ്റ്റ് സ്റ്റെപ്പ് മിക്സഡ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ്, മിശ്ര ഭിന്നം. 20/3 നമുക്കൊന്ന് മാറ്റി നോക്കാം. 20/3. 6 3s are 18, റിമൈൻഡർ 2. ആൻസർ എന്ത് വരും? 6 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 6 2/3. നോക്കിക്കേ, ആൻസർ കിട്ടി നോക്കേ. 6 ഇവിടെ വന്നു, ബാക്കി എത്രയാ? റിമൈൻഡർ 2/3. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്നു 6 + 2/3 ആണ് ആ നമ്പർ, ഇൻറ്റു 1/10 ആണ് കൂടെ ഉള്ളത്. 6 2/3 എന്നത് നമ്മൾ മാറ്റിയിട്ട് എങ്ങനെ എഴുതി? 6 + 2/3 ഇൻറ്റു 1/10. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് മാറ്റുന്ന സ്റ്റെപ്പിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്, ബ്രാക്കറ്റ് മാറ്റുന്ന സ്റ്റെപ്പ് എങ്ങനെയാ? 6 × 1/10 ചെയ്യണം. 6 × 1/10. 6 × 1/10 ചെയ്താൽ എത്രയാ? അത് നമുക്ക് 6/10 എന്ന് കിട്ടും. പ്ലസ് ബാക്കിയുള്ള 2/3 × 1/10 ബാക്കിയില്ലേ? അപ്പൊ 2 × 1 എന്ന് പറഞ്ഞാൽ 2 വരും, 3 × 10 എന്ന് പറഞ്ഞാൽ 13 വരും. അപ്പൊ എല്ലാം കൂടെ 2/30 എന്ന് കിട്ടും. അപ്പൊ ആൻസർ വന്നേ 2/3 എന്ന് പറയുന്നത് 6/10 + 2/30 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 6/10 എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ നമ്മുടെ 2/3നോട് ക്ലോസ് ആൻഡ് ക്ലോസർ ആണ്. കാരണം ഇപ്പുറത്ത് കിടക്കുന്ന 2/30 എന്ന് പറയുന്ന ആള് 2നെ 30 പീസാക്കിയ ഒരു കുഞ്ഞി ആളാണ് അപ്പുറത്തുള്ളത്. അപ്പൊ അത് ഏതാണ്ട് 0-ത്തിനടുത്തേക്കാണ്, വളരെ ചെറുതാണ്. അപ്പൊ നമുക്ക് ഈ 6/10ന്റെ ആൻസർ 2/3യോട് ക്ലോസർ ആൻഡ് ക്ലോസർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് പോയിന്റ് പറയാൻ പറ്റും. ഒരെണ്ണം കിട്ടിയ 6/10. ഇനി നമ്മൾ 10 മാറ്റി 100ൽ ചെയ്ത് നോക്കുന്നു. 2/3 ആണ്, ഇൻറ്റു 100, താഴെയും 100. ഓക്കെ അല്ലേ? 2/3 നമ്മൾ ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പിൽ 2 × 100 ചെയ്താൽ 200, താഴെ ഒരു /3 ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ഒരു /100 ബാക്കിയുണ്ട്. മുകളിൽ നമ്മൾ ഒന്ന് വെച്ച് ഫിൽ ചെയ്തു. നെക്സ്റ്റ് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുക. ആണോ? സ്റ്റെപ്പ് നോക്ക്, ഒക്കെ ഒരേ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരില്ലേ? ഇനി മിക്സഡ് ഫ്രാക്ഷൻ മാറ്റാം. 200/3 എത്ര വരും? 6 3s are 18, റിമൈൻഡർ 2. ഒരു 0 ഇറക്കിയിട്ടാ 20. 20ൽ 3 വീണ്ടും 6 അല്ലേ? 6 3 18, റിമൈൻഡർ 2 കിട്ടി. 66 2/3 എന്ന് കിട്ടി. നേരത്തെ ഉള്ളത് 6 2/3 ആണ്, ഇത് 66 2/3 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 66 + 2/3 ഇൻറ്റു 1/100. അടുത്ത സ്റ്റെപ്പ് ബ്രാക്കറ്റ് മാറ്റിക്കോ. 66 × 1/100 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 66 / 100 ആണ്. പ്ലസ് 2/3 × 1/100. 2 × 1 2 ആണ്, 3 × 100 300 ആണ്. ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മൾ 2നെ 300 കഷ്ണാക്കിക്കുന്ന എവിടെ? അന്നപ്പോ ഈ 66/100 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്ലോസർ ആണ്. ആർക്ക്? 2/3ക്ക് ഇത്തിരിയും കൂടെ ക്ലോസർ ആണ്. ഇനി നിങ്ങൾ 1000 വെച്ച് ചെയ്താൽ എന്തായിരിക്കും മക്കളെ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1000 വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു 6ഉം കൂടെ വരും, ഇവിടെ ഒരു 0യും കൂടെ വരും, അതേപോലെ ഇവിടെ ഒരു 0യും കൂടെ വരും അല്ലെ? 3000 ആയിട്ട് മാറിയിട്ടുണ്ടാവും. താഴെ നമ്പർ 2/3000 എത്തിയിട്ടുണ്ടാവും. ഇവിടെ ഉള്ളത് 1000 ആയി ഉണ്ടാവും. ഇത് 666 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആൻസർ കിട്ടിയോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ എന്താണ് മക്കളെ 1/6 അല്ല, നമ്മൾ 2/3 അല്ലേ ചെയ്തേ? 2/3യുടെ ആൻസർ എന്താന്ന് നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റുമോ? ആലോചിച്ച് ചോദിക്കും. എന്തായിരിക്കും വരിക ആൻസർ? 0.6666. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ആ 2/3യുടെ ആൻസർ 0.6666 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ഇതെങ്ങനെയാ മനസ്സിലായത്? നമുക്കറിയാം 66/100, അതേപോലെ 6/10. ഇനി 666/1000 ആണെങ്കിൽ, 666/1000 ആണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം 2/3നോട് ക്ലോസർ ആൻഡ് ക്ലോസർ ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രാക്ഷൻസ് ആണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നു ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. ഇത് ഇവിടെ തീരത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ 1-2 നമ്പേഴ്സ് 1-2 ഫ്രാക്ഷൻസ് ഒക്കെ എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. ഞാനൊരു നമ്പർ തരാം, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുന്നത് ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു തരണം എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട നമ്പർ ഇതാണ് നിങ്ങൾക്ക് തരുന്നത്.
1/6 ആണ് തരുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. 1/6ന്റെ ആൻസർ എന്തായിരിക്കും? നമ്മളിപ്പോ പറഞ്ഞ പോലെ 10 വെച്ചിട്ട് ചെയ്യുക, 100 വെച്ചിട്ട് ചെയ്യുക, 1000 വെച്ച് ചെയ്യുക. 3 ചെയ്താൽ മതി. 1000 വരെ ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത്. പിന്നെ ആ നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മക്കളെ സൂപ്പർ, ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ ആണേ. അപ്പൊ ഡെസിമൽ ഫോംസിലെ ഈ ലാസ്റ്റ് പാർട്ട് ഇനി ആർക്കും ബുദ്ധിമുട്ടാവരുത്. നിങ്ങൾ ചെയ്ത് പഠിക്കുക, സൂപ്പർ ആയിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.